ജീവിതത്തിന്റെ പാതി വഴി പിന്നിടുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 40കളുടെ തുടക്കത്തിൽ, ഒരു പുരുഷന്റെ മനസ്സ് തീർത്തും ഒറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെയായി മാറുന്നു എന്നത് അധികമാരും തിരിച്ചറിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പുറമേ നിന്ന് നോക്കുന്നവർ കാണുന്നത് ജീവിതത്തിൽ സെറ്റിൽഡായ, ഉത്തരവാദിത്തങ്ങളുള്ള, പക്വതയുള്ള ഒരു കുടുംബനാഥനെയാണ്. എന്നാൽ അയാളുടെ മനസ്സിലെ നിരന്തരമുള്ള സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളുമൊക്കെ അയാൾക്ക് മാത്രം സ്വന്തം. സമൂഹത്തിന്റെ മാതൃകകൾക്കും കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കുമിടയിൽ ഞെരിഞ്ഞമരുന്ന ഈ പ്രായത്തിലെ പുരുഷന്മാരുടെ വൈകാരിക ലോകം പലപ്പോഴും വിശദീകരിക്കാൻ കഴിയാത്ത അത്ര സങ്കീർണമാണ്. ഈ സങ്കീർണതകളെയും നിശബ്ദ പോരാട്ടങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ ആവശ്യമാണ്. ജീവിതത്തിൻ്റെ സുവർണകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും സ്വന്തം കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഓടിത്തളർന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം താൻ വെറും ഒരു സാമ്പത്തിക സ്രോതസ് മാത്രമാണോ എന്ന തോന്നൽ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. മാസാവസാനം ശമ്പളം അക്കൗണ്ടിലെത്തുമ്പോൾ തന്നെ ബാങ്ക് വായ്പകളിലേക്കും കുട്ടികളുടെ പഠന ആവശ്യങ്ങളിലേക്കും വീട്ടു ചെലവുകളിലേക്കും അത് വീതിക്കപ്പെടുന്നു. ഇതിനിടയിൽ തൻ്റെ സ്വന്തം ആവശ്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും അയാൾക്ക് സമയം ലഭിക്കാറില്ല. തൻ്റെ അസ്തിത്വം വെറും ഒരു ATM മെഷീനിൽ ഒതുങ്ങിപ്പോയോ എന്ന ചിന്ത അയാളെ വല്ലാതെ അലട്ടാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ വീട്ടിലെ സാഹചര്യങ്ങളും വലിയ തോതിൽ മാറിയിട്ടുണ്ടാവും. മക്കൾ വളർന്ന് അവരുടെ കൂട്ടുകാരും പഠനവും ഒക്കെയായി അവരുടെ സ്വന്തം ലോകത്തേക്ക് മാറുന്നു. ഭാര്യയാകട്ടെ വീട്ടു തിരക്കുകളിലും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിലും പൂർണ്ണമായി മുഴുകിയിട്ടുണ്ടാവും. മറുവശത്ത് പ്രായമായ മാതാപിതാക്കൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഏകാന്തതയിലേക്കും ചുരുങ്ങുന്നു. ഇതിനെല്ലാം നടുവിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സാരെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഈ ക്ഷീണം ആരെങ്കിലും ഒന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന ചോദ്യം അയാളുടെ ഉള്ളിൽ ഒരു വിങ്ങലായി മാറും. ഇവിടെ അയാൾ ആഗ്രഹിക്കുന്നത് കേവലം സ്നേഹിക്കപ്പെടാനല്ല, മറിച്ച് തൻ്റെ ഭാരങ്ങളും നിശബ്ദതയും ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കാനാണ്. ആരും കേൾക്കാനില്ലാത്ത ഈ ചോദ്യങ്ങൾ പലപ്പോഴും രാത്രികളിലെ ഉറക്കമില്ലായ്മയായി പരിണമിക്കാറാണ് പതിവ്. 20കളിലും 30കളുടെ തുടക്കത്തിലും മരണം എന്നത് എവിടെയോ പത്രത്താളുകളിൽ മാത്രം വായിക്കുന്ന ഒരു വാർത്തയായിരുന്നു. എന്നാൽ 40കളിലേക്ക് കടക്കുമ്പോൾ അത് സ്വന്തം വീട്ടുവാതിൽക്കൽ വരെ എത്തി എന്ന ഒരു ഭയം അയാളെ പിടികൂടുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. തനിക്കൊപ്പം കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ കൂടെ കളിച്ചു വളർന്നതോ ആയ സമപ്രായക്കാരനായ ഒരു സുഹൃത്തിൻ്റെ പെട്ടെന്നുള്ള ഹൃദയാഘാതമോ മരണമോ അയാളെ വല്ലാതെ ഉലച്ചു കളയാം. അതുവരെ അജയനാണെന്ന് കരുതിയിരുന്ന തൻ്റെ ശരീരവും നശിക്കുന്ന ഒന്നാണെന്ന സത്യം അയാൾ തിരിച്ചറിയുന്നത് ആദ്യമായി അപ്പോഴാവും. രാവിലെ മുഖം കഴുകാൻ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്ന നരച്ച താടി രോമങ്ങളും മുടികളും കേവലം പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമല്ല, സമയത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഉള്ളിൽ എവിടെയോ ഒരു ടൈം ബോംബ് ടിക് ടിക് ശബ്ദത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും തനിക്ക് അനുവദിച്ചു കിട്ടിയ സമയം വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും അയാൾക്ക് തോന്നി തുടങ്ങും. പണ്ട് കണ്ട സ്വപ്നങ്ങളൊന്നും ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല. സ്വന്തമായി ലോകം ചുറ്റാനും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ആഗ്രഹിച്ചെങ്കിലും അതൊന്നും നടന്നിട്ടില്ല എന്ന ആ അറിവ് അയാളെ വല്ലാതെ വേട്ടയാടും. ജീവിതത്തിൻ്റെ പകുതി പിന്നിട്ട് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പലപ്പോഴും ഈ പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. സമൂഹം പുരുഷന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ബാധ്യതകളിലൊന്ന് അവന് കരയാനോ തളരാനോ ഉള്ള അനുവാദമില്ല എന്നതാണ്. ഒരു 40കാരന് ശാരീരികമായോ മാനസികമായോ തളരാൻ ഒട്ടും അവകാശമില്ല. കടുത്ത പനിയോ താങ്ങാനാവാത്ത തലവേദനയോ വന്നാൽ പോലും സകലതും മാറ്റിവെച്ച് എനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് തുറന്നു പറയാൻ അയാൾക്ക് വലിയ മടിയാണ്. കാരണം താൻ എന്ന ആ ഒരൊറ്റ തൂണിലാണ് ഈ കുടുംബം മുഴുവൻ നിൽക്കുന്നത് എന്നും താൻ ഒന്ന് വീണാൽ പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ നിര മനുഷ്യർ വെയിലത്താവുമെന്നും അയാൾക്കറിയാം. ഈ കടുത്ത ഉത്തരവാദിത്ത ബോധം അയാളെ ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കാൻ നിർബന്ധിതനാക്കുന്നു. ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോഴും പുറമേ പ്രശാന്തമായിരിക്കുന്ന ഈ കപടമായ കരുത്ത് അഭിനയിച്ചു തീർക്കുന്നതാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോവ്യഥ. ഓഫീസിലെ പ്രശ്നങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ വല്ലാതെ ശ്വാസം മുട്ടിക്കുമ്പോൾ, ഏകാന്തതയിൽ കണ്ണുനീർ പൊടിയാൻ തുടങ്ങുമ്പോൾ അയാൾ തൊണ്ടയിൽ അത് അമർത്തിപ്പിടിക്കും. ഒരു ഗ്ലാസ് വെള്ളമോ ഒരു കപ്പ് ചായയോ കുടിച്ച് മുഖം കഴുകി അയാൾ വീണ്ടും സാധാരണക്കാരനായി ഭാവിക്കും. ഈ അമർത്തി വെക്കലുകൾ അയാളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ നീറുന്നുണ്ടാകും. പുരുഷന്മാരിൽ ഹൃദ്രോഗങ്ങളും മറ്റ് ജീവിതശൈലി രോഗങ്ങളും ഈ പ്രായത്തിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എവിടെയും തുറന്നു പറയാൻ കഴിയാത്ത ഈ വൈകാരിക സമ്മർദ്ദങ്ങൾ തന്നെയാണ്. 40കളിലെ മറ്റൊരു വലിയ വൈകാരിക പ്രതിസന്ധി നഷ്ടപ്പെട്ടു പോയ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. പണ്ട് കോളേജ് വരാന്തയിൽ ഉച്ചത്തിൽ പാട്ടുപാടി നടന്ന, കവിത എഴുതിയ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ മൈതാനത്ത് ഓടി നടന്ന ആ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനെ അയാൾ വല്ലാതെ മിസ്
റിയലൈസ് ചെയ്യുന്നുണ്ടാകും. ഇന്ന് കണ്ണാടിയിൽ കാണുന്ന ഈ ഗൗരവക്കാരനായ കുടുംബനാഥൻ യഥാർത്ഥത്തിൽ താൻ തന്നെയാണോ എന്ന് അയാൾ പലപ്പോഴും അത്ഭുതപ്പെടും. എന്നു മുതലാണ് താൻ ഇത്രയും ഗൗരവക്കാരനായത്? തൻ്റെ ആ പഴയ കുസൃതികളും ശുദ്ധമായ ചിരിയുമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന തിരിച്ചറിവ് വലിയൊരു വിങ്ങലായി മനസ്സിൽ അവശേഷിക്കും. പലരും തങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ തേടി പിടിക്കുന്നതും ഗൃഹാതുരത്വത്തോടെ പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ശൂന്യത നികത്താനാണ്. ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ചുമക്കുന്നതിനിടയിൽ സ്വന്തം ഹോബികളും താല്പര്യങ്ങളും എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുന്നത് അയാൾ വേദനയോടെ തിരിച്ചറിയുന്നു. തനിക്കിനി ഒരിക്കലും ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലെന്ന സത്യം പലപ്പോഴും ഒരുതരം വിഷാദത്തിലേക്ക് അയാളെ തള്ളിവിടാൻ സാധ്യതയുണ്ട്. മനുഷ്യ സഹജമായ മറ്റൊരു വലിയ പ്രശ്നം ഈ കാലഘട്ടത്തിൽ അതിതീവ്രമായി പുരുഷന്മാരെ ബാധിക്കാറുണ്ട്. അത് മറ്റുള്ളവരുമായുള്ള താരതമ്യമാണ്. തന്നെക്കാൾ പ്രായം കുറഞ്ഞയാൾ തനിക്ക് മുകളിലുള്ള പദവികളിൽ എത്തുമ്പോഴോ സുഹൃത്തുക്കൾ വലിയ കാറുകളിലും ആഡംബര വീടുകളിലും ജീവിക്കുന്നത് കാണുമ്പോഴോ ഞാൻ ഒരു പരാജയമാണോ എന്നൊരു ചോദ്യം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കും. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടും താൻ ആഗ്രഹിച്ച സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ എത്തിയോ എന്ന സംശയം അയാളെ രാത്രികളിൽ ഉറക്കമില്ലാത്തവനാക്കും. സമൂഹ മാധ്യമങ്ങൾ ഈ അപകർഷതാബോധത്തെ കൂടുതൽ ആളിക്കത്തിക്കുന്നു. മറ്റുള്ളവരുടെ വിജയങ്ങൾക്ക് മുന്നിൽ തൻ്റെ ജീവിതം ഒന്നുമല്ല എന്ന തോന്നൽ അയാളുടെ ആത്മവിശ്വാസത്തെ പിച്ച് ചീന്തും. യഥാർത്ഥത്തിൽ ഈ പ്രായത്തിലുള്ള പുരുഷന്മാർ നേരിടുന്ന മധ്യവയസ് പ്രതിസന്ധി അഥവാ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിലോ മറ്റ് കാര്യങ്ങളിലോ അല്ല, മറിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിനുള്ളിലേക്ക് കയറാൻ മടിച്ച് ആ കാറിനുള്ളിൽ തന്നെ കുറച്ചു നേരം നിശബ്ദനായി ഇരിക്കുന്ന ആ സമയങ്ങളിലാണ് പൂർണ്ണമായും പ്രതിഫലിക്കുന്നത്. 40കളിൽ ഒരു പുരുഷൻ കരയുന്നത് കണ്ണുനീർ കൊണ്ടല്ല, മറിച്ച് നിശബ്ദത കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. അയാൾ ദേഷ്യപ്പെടുമ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അത് അയാളുടെ ഉള്ളിലെ സഹായത്തിനായുള്ള നിലവിളിയാണെന്ന് മനസ്സിലാക്കാൻ ചുറ്റുമുള്ളവർക്ക് കഴിയണം. ആ നിശബ്ദതയെ തിരിച്ചറിയാൻ ഒരാൾ ഉണ്ടാവുക എന്നതാണ് അയാൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആശ്വാസം. ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ 40കാരന് വേണ്ടത് എങ്ങനെ ജീവിക്കണം എന്ന വലിയ ഉപദേശങ്ങളല്ല, കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതുമല്ല, മറിച്ച് സാരമില്ല, എന്ത് വന്നാലും ഞങ്ങൾ കൂടെയുണ്ട് എന്നൊരു ചേർത്ത് പിടിക്കലാണ്. തൻ്റെ ബലഹീനതകൾ പ്രകടിപ്പിച്ചാൽ അത് സ്നേഹക്കുറവായി കാണാത്ത ഒരിടമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാളുടെ ആ ഗൗരവത്തിൻ്റെ മുഖംമൂടി ഒന്ന് മാറ്റി ആ നിശബ്ദതകളെ ഒന്ന് തൊട്ടു നോക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാം അല്പം സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി ദാഹിക്കുന്ന ഒരിക്കലും വളരാത്ത ഒരു കൊച്ചുകുട്ടിയെ. ആ കുട്ടിയെ കണ്ടെത്താനും ചേർത്ത് പിടിക്കാനും കഴിഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുനർജന്മമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.